നമ്മൾ ഇനി ലൈബ്രറി സയൻസിന്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മോഡൽ തന്നിട്ടുണ്ടായിട്ടില്ലേ? അപ്പോൾ അതിലെന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റ് ദി ഡോക്യുമെന്റ് ഫയൽ കണ്ടെയ്ൻ ദി ഫോളോയിങ് ടെക്സ്റ്റ് ആൻഡ് ഡു ദി റിക്വയർഡ് ഓപ്പറേഷൻ ടു ദി ആൻസേഴ്സ് ക്വസ്റ്റ്യൻ ബിലോ. അപ്പോൾ ഒരു ടെക്സ്റ്റ് തന്നിട്ട് അതിലുള്ള ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി, അപ്പോൾ തൽക്കാലം ഞാൻ ഇതിൽ സിമ്പിളായിട്ട് ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിൽ മോഡിഫിക്കേഷൻ ചെയ്യാം. നിങ്ങൾ ഈ ടെക്സ്റ്റ് തന്നെ ടൈപ്പ് ചെയ്യണം, ഇതിൽ തന്ന ടെക്സ്റ്റ് തന്നെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ജസ്റ്റിഫൈ ദി പാരഗ്രാഫ്. പാരഗ്രാഫിനെ ജസ്റ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, പാരഗ്രാഫ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ കഴ്സർ വെക്കുക. ക്വസ്റ്റ്യൻ ആൻസറും മാത്രമേ ഇപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. സെലക്ട് ചെയ്യാം. മൗസ് വെച്ച് ഡ്രാഗ് ചെയ്താലും മതി, അല്ലെ ഷിഫ്റ്റ് വെച്ച് ആരോക്കി പ്രസ് ചെയ്താലും മതി. സെലക്ഷനെല്ലാം എല്ലാവർക്കും അറിയുന്നത്. എന്നിട്ട് ജസ്റ്റിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എവിടെയാണുള്ളത്, ഫയൽ മെനുവില് ജസ്റ്റിഫൈ, പാരഗ്രാഫ് മെനുവിൽ ജസ്റ്റിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സൈഡ് ഒരുപോലെ വരും. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, റീപ്ലേസ് ദി വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് വിത്ത് MS വേർഡ് ഇൻ ദി ഹോൾ ഡോക്യുമെന്റ്. അപ്പൊ ഇതില് മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ള സംഭവം റീപ്ലേസ് ചെയ്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയ ജസ്റ്റിഫൈ ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റീപ്ലേസ് ദി വേർഡ് മൈക്രോസോഫ്റ്റ് വേർഡ് വിത്ത് MS വേർഡ് ഇൻ ദി ഹോൾ ഡോക്യുമെന്റ്. ഒരു വേർഡിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു വേർഡ് ഉണ്ടാക്കണം. അപ്പൊ ഇതിൽ മൈക്രോസോഫ്റ്റ് വേർഡിനെ റീപ്ലേസ് ചെയ്തിട്ട് MS വേർഡ് ആക്കണം. എനിക്കിപ്പം ഞാൻ ഇതിൽ ഫോർമാറ്റിംഗ് എന്നുള്ളത് കളർ സെലക്ടഡ് ടെക്സ്റ്റ് അല്ല, ഞാനിപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റിനെ ഡോക്യുമെന്റ്സിനാക്കി മാറ്റണം. അല്ലെങ്കിൽ ഇതിലുള്ള എന്തെങ്കിലും ഒരു ടെക്സ്റ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ടെക്സ്റ്റ് ആക്കണം. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് ചെയ്യേണ്ടത് നമ്മൾ ഇതിലുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എടുക്കേണ്ടത് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ബട്ടൺ, അതായത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഫൈൻഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫൈൻഡ്. ഹോം മെനുവിൽ ഫൈൻഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഫൈൻഡ് ഡയലോഗ് ബോക്സ് വരും. ഫൈൻഡിന്റെ ഡയലോഗ് ബോക്സ് പഴയ കൺട്രോളും ജിയും അടിച്ചാൽ മതിയേ. ഇത് വേർഷൻ 2010 ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. സാധാരണ ക്ലിക്ക് അല്ലെ കൺട്രോൾ ജി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് എടുക്കുക, അല്ലെ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ബട്ടൺ എടുക്കുക. അതിനകത്ത് നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡിനെ റീപ്ലേസ് ചെയ്തിട്ട് MS വേർഡ് എന്നാക്കാനാണ് നിങ്ങളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ഞാനിപ്പോൾ എന്താ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഗാലറി എന്നുള്ളത് ഗാലറീസ് എന്നോ അല്ല ഡോക്യുമെന്റ് എന്നുള്ളത് DOCU എന്നാക്കാൻ പറ്റും. ഇപ്പൊ ഇതിൽ ഡോക്യുമെന്റ് എന്നുള്ള വേർഡ് ഉണ്ട്, ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് ഡോക്യുമെന്റ് എന്നുള്ള വേർഡിനെ ഡോക്യുമെന്റിനെ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് റീപ്ലേസ് ചെയ്യില്ല വേണ്ടത്. അപ്പൊ റീപ്ലേസ് എന്നുള്ള ബട്ടൺ എടുക്കുക. അതിൽ ഫൈൻഡ് വാട്ട് ഡോക്യുമെന്റ്, ഇതിലുള്ള ഒരു വേർഡിനെ ഡോക്യുമെന്റ്. നിങ്ങളാണെങ്കിൽ ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് കൊടുക്കണം. അതിനെന്താക്കണം, DOC എന്നാക്കണം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് എന്ന് പറയുന്ന ബട്ടൺ അമർത്തും, അല്ലെങ്കിൽ റീപ്ലേസ് ഓൾ എന്നുള്ള ബട്ടൺ. ഓരോന്നാണെങ്കിൽ ഓരോന്നായിട്ട് റീപ്ലേസ് ചെയ്യും. റീപ്ലേസ് ഓൾ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങളോട് പറഞ്ഞത് വേർഡ് MS വേർഡ് എന്നുള്ളത് മൊത്തം എന്താക്കണം, മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ളത് MS വേർഡ് ആക്കണം. അപ്പൊ റീപ്ലേസ് ഓൾ കൊടുത്താൽ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ളത് എന്തായി, മൈക്രോസോഫ്റ്റ് MS വേർഡ് എന്നാവും. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഗോ ടു ദി ലൈൻ നമ്പർ ഡയറക്ട്ലി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഗോ ടു ദി ലൈൻ നമ്പർ 7 ഡയറക്ട്ലി. ഡയറക്റ്റ് ആയിട്ട് 7ാമത്തെ ലൈനിലേക്ക് നമ്മൾ കേഴ്സർ പോയി നിൽക്കണം. ഇപ്പൊ കേഴ്സർ സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ചെയ്യേണ്ടത് കൺട്രോളും ജിയും പ്രസ് ചെയ്യാം. അതന്നെ ചെയ്താൽ മതി. ഫൈൻഡ് ആൻഡ് ഗോ ടു കമാൻഡാണ് എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ എടുക്കേണ്ടത്, ഗോ ടു ദി ലൈൻ നമ്പർ 7 ഡയറക്ട്ലി. അതിനെന്താ എടുക്കേണ്ടത്, ഒന്നിക്ക് കൺട്രോൾ ജി പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസിന്റെ വിൻഡോ ക്ലിക്ക് ചെയ്യുക. അപ്പൊ കൺട്രോൾ ജി പ്രസ് ചെയ്താൽ മതി. കൺട്രോൾ ജി ആണ് ഷോർട്ട് കട്ട് ഗോ ടുന്റെ. അങ്ങനെ തന്നെ പഠിക്കുക. കൺട്രോൾ ജി എടുത്തിട്ട് നമുക്ക് ലൈൻ നമ്പറിലല്ലേ വേണ്ടത്. അപ്പൊ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് എത്രാമത്തെ ലൈനാന്ന് വെച്ചാൽ കൊടുക്കുക. 7th ലൈൻ ആണെങ്കിൽ 7. എന്നിട്ട് ഗോ ടു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കേഴ്സർ എവിടെ പോയി നിൽക്കും, 7ാമത്തെ ലൈനിൽ പോയി നിൽക്കും. അതാണ്
എത്രാമത്തെ ക്വസ്റ്റ്യൻ? ചേഞ്ച് ഗോ ടു ദി ലൈൻ നമ്പർ 7 ഡയറക്ട്ലി എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചേഞ്ച് ദി സ്റ്റൈൽ ഓഫ് ടെക്സ്റ്റ് ടു ഏരിയൽ ബ്ലാക്ക്. ഏരിയൽ ബ്ലാക്ക് ആക്കണം. അത് നമ്മൾ സാധാരണ എന്താ ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ഒരു ടെക്സ്റ്റിനെ ഏരിയൽ ബ്ലാക്ക് ആക്കണം. ഞാനിപ്പം കഴ്സർ ഇവിടെ വെച്ച് എൻ്റെ മൗസ് വെച്ച് ഡ്രാഗ് ചെയ്താൽ മതി. എൻ്റെ കുറച്ച് സ്ലോ ആണ് സിസ്റ്റം. ഞാൻ മെല്ലെ ഡ്രാഗ് ചെയ്തു. ഇതിനെന്ത് ചെയ്യണം? ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണ്ടിലേക്ക് മാറ്റണം. അപ്പം ഇവിടെ പോവാം, ഫോണ്ടിന്റെ ടൈപ്പ് സെലക്ട് ചെയ്യുക, അതിനകത്ത് ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഇത്രയും ചെയ്താൽ ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി സെറ്റ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഡോക്യുമെന്റ് ടു ദി സം ലൈറ്റ് കളർ ആൻഡ് ഗിവ് ദി ബോർഡർ ടു ദി പേജ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടും കൊടുക്കണം, നമ്മളെ പേജിന് ഒരു ബോർഡറും കൊടുക്കണം. അപ്പൊ പേജിന്റെ ഓപ്ഷൻസ് ഒക്കെ എവിടെ ഉണ്ടാവുക? പേജ് ലേഔട്ട് എന്ന് പറയുന്ന മെനുവിലാണ് ഉണ്ടാവുക. അപ്പൊ അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ എവിടെയാണ്? പേജ് ലേഔട്ട്. അപ്പൊ പേജ് ലേഔട്ട് ക്ലിക്ക് ചെയ്യാം. പേജ് ലേഔട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പൊ പേജ് ലേഔട്ടിന്റെ വിൻഡോ വരും. അതിൽ നമുക്ക് പേജിന് കളർ അല്ലേ കൊടുക്കണ്ടേ? അപ്പൊ പേജ് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പേജ് കളർ എന്ന് പറയുന്ന ഓപ്ഷൻസിന് നമുക്ക് ഏതെങ്കിലും ഒരു ലൈറ്റ് കളർ സെലക്ട് ചെയ്യാം. അപ്പൊ പേജിന്റെ കളർ എന്തായി? പേജിന്റെ കളർ ലൈറ്റ് കളറായി അല്ല. ഇനി നമുക്ക് അതിന് ബോർഡർ കൊടുക്കണമെങ്കിൽ അത് ഹോമിൽ പോയിട്ട് ഏതാണ്? പേജ് ലേഔട്ട് എടുക്കുക. പേജ് ലേഔട്ടിൽ പേജ് ബോർഡേഴ്സ് എടുക്കുക. പേജ് ബോർഡറിന് നമുക്ക് ഇഷ്ടമുള്ള ബോർഡർ സെലക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ തിക്നെസ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഉണ്ടാവും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആർട്ടെല്ലാം ഉണ്ടാവും. ഏത് ബോർഡർ വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കളർ മാറ്റണമെങ്കിൽ സെലക്ട് ചെയ്യാം, ഇവിടുന്ന് കളർ സെലക്ട് ചെയ്യാം. അപ്പം ആ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോർഡർ ജസ്റ്റ് ഡ്രോ ചെയ്യാനാണ് പറയുന്നത്. പേജ് ലേഔട്ട് എടുക്കുക, പേജ് കളർ സെറ്റ് ചെയ്യുക, പിന്നെ പേജ് ബോർഡറും സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആയി? അഞ്ചാമത്തെ. ഇനി പ്രൊവൈഡ് ദി ഹെഡർ മെസ്സേജ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. നമ്മളൊരു ഹെഡർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് മെനു ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ടിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഹെഡർ എടുക്കുക. ഹെഡറിൽ എന്താ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞേ? ഹെഡറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ എടുക്കുക. കണ്ട ടോപ്പിൽ ഇങ്ങനെ വേണോ, ഇത് ടൈപ്പ് ടെക്സ്റ്റ് ഇങ്ങനെ 3 ടെക്സ്റ്റ് ആയിട്ട് വേണോ, നമുക്ക് ഏതെങ്കിലും. ഇതിൽ അവരെന്നാ പറഞ്ഞത്? പ്രൊവൈഡ് എ ഹെഡർ മെസ്സേജ് സർട്ടിഫിക്കറ്റ് ഇൻ കോഴ്സ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെല്ലാം ഏത് മോഡൽ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിനകത്ത് അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി സയൻസ് ഒക്കെ ടൈപ്പ് ചെയ്യാം. ടൈം എടുക്കുക. ലൈബ്രറി സയൻസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഹെഡർ ആക്കൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഫൂട്ടർ വേണ്ടെങ്കിൽ അടുത്തത് പറയുന്നുണ്ടോ? പ്രൊവൈഡ് ദി ഫൂട്ടർ മെസ്സേജ് MS വേർഡ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇൻസേർട്ടിൽ എന്ത് ചെയ്യാം? ഫൂട്ടർ എടുക്കുക. ഫൂട്ടറിൽ എന്ത് കൊടുക്കുക? നമുക്ക് ഏത് ടൈപ്പ് ഫൂട്ടറാന്ന് വെച്ചാൽ കൊടുക്കുക. അവിടെ MS വേർഡ് എന്ന് ടൈപ്പ് ചെയ്യണം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഓക്കെ, നെക്സ്റ്റ് ഹോമിലേക്ക് തന്നെ പോകാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഈ ഹെഡർ ഫൂട്ടർ വേണ്ടെങ്കിൽ ഡിസൈൻ എടുത്തിട്ട് ക്ലോസ് ഹെഡർ, അത് കാണണമെങ്കിൽ ക്ലോസ് ആൻഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ എടുത്താൽ മതി. അപ്പൊ അതെല്ലാം എത്ര പേജ് ഉണ്ടോ അത്രയും പേജിലാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ വരിക. അല്ല, ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പേജിൽ ഒരേ കണ്ട എല്ലാ പേജിലും ഹെഡർ. ഇപ്പം മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ബുക്ക് ആണെങ്കിൽ അത് എല്ലാ പേജിലും ഹെഡർ ആയിട്ട്, ഹെഡിങ് എന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇത് ഹെഡർ എന്ന് പറയും. എല്ലാ പേജിലും ഓട്ടോമാറ്റിക് വരുന്നതാണ് ഹെഡറും ഫൂട്ടറും. അതായില്ലേ? ഇനി പ്രൊവൈഡ് ദി ഫൂട്ടർ മെസ്സേജ് അതുമാക്കി. ഇൻസേർട്ട് ടുഡേസ് ഡേറ്റ് ആൻഡ് ടൈം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡോക്യുമെന്റ്. നമ്മൾ ഈ ഡോക്യുമെന്റിന്റെ എൻഡിൽ എന്ത് ഇടണം എന്ന് പറയുന്നത്? ഒരു ഡോക്യുമെന്റേ ഉള്ളൂവെങ്കിൽ അതിന്റെ എൻഡിൽ
നമുക്ക് താഴോട്ടാക്കാം. നമ്മളിപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് അടിച്ചു. അപ്പോൾ എൻഡ് ഓഫ് ദി ഡോക്യുമെന്റിൽ ടുഡേയ്സ് ഡേറ്റും അപ്പോൾ നമുക്ക് റൈറ്റ് അലൈൻ ചെയ്യാം. ടുഡേയ്സ് എന്ത് ചെയ്യണം, ഡേറ്റും ടൈമും ഇൻസേർട്ട് എടുക്കുക. ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, ഡേറ്റ് ആൻഡ് ടൈം എടുക്കുക. അതിൽ ഡേറ്റ് ഇൻസേർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ ചെയ്യാം. ദെൻ അതുപോലെ ടൈമും ഇൻസേർട്ട് ചെയ്യണമെങ്കിലോ ഡേറ്റ് ആൻഡ് ടൈം എടുക്കുക. ടൈം 11. ടൈമില്ലാത്തതുകൊണ്ട് ഇത്രയും രാത്രിക്കാൻ ചെയ്യുന്നൊക്കെ ഡേറ്റ് ആൻഡ് ടൈം ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി ചേഞ്ച് ദി സ്റ്റൈൽ ഓഫ് ദി ടൈറ്റിൽ ഓഫ് ദി ഡോക്യുമെന്റ് ടു അപ്പർ കേസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ എന്ന് വെച്ചാൽ അതായത് നമുക്ക് ഒരു ഹെഡിങ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇപ്പൊ ഹെഡിങ് നമ്മൾ കൊടുത്തിട്ടില്ല അല്ലെ. അപ്പൊ ചേഞ്ച് ദി സ്റ്റൈൽ ഓഫ് ദി ടൈറ്റിൽ ഓഫ് ദി ഡോക്യുമെന്റ് ടു അപ്പർ കേസ്. ടൈറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായില്ല. അപ്പൊ ടൈറ്റിൽ ഒന്ന് ഞാൻ ആക്കുമെന്ന് മൈക്രോസോഫ്റ്റ് വേർഡ് എക്സസൈസ്. അത് ടൈറ്റിൽ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ടുന്നിടത്ത് വെച്ച് എൻ്റർ ഒക്കെ അടിച്ച് താഴ്ത്തിയിട്ട് മുകളിൽ കഴ്സർ കൊണ്ട് വയ്ക്കും. മൈക്രോസോഫ്റ്റ് വേർഡ് എക്സസൈസ് അല്ലേ, സൈസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തു. അപ്പൊ ഇതിന് നമുക്ക് എന്താണ് അവര് പറഞ്ഞ ഇതിനെ അപ്പർ കേസിലാക്കണം. അപ്പൊ ഇത് സ്മോൾ ലെറ്ററിലല്ലേ ഉള്ളത്. അപ്പൊ ഫസ്റ്റ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് കണ്ടോ അണ്ടു അടിച്ചാൽ മതി. എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അണ്ടു കൺട്രോളും സെറ്റും ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എക്സസൈസിന് നമുക്ക് എന്താക്കണം, അപ്പർ കേസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, ചേഞ്ച് ഹോമില് ചേഞ്ച് കേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടേ, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് കേസ് എന്ന് പറയുന്നത്. ഇതാണ് ഈ എ എന്ന് പറയുന്നത് എടുത്തിട്ട് അതിൽ സെന്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും ലോവർ കേസ് സ്മോൾ ലെറ്റർ അപ്പർ കേസ് ക്ലിക്ക് ചെയ്യാം. അതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ. ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് ഇത്ര സ്പീഡ് പോകണം. ഓക്കെ, ചേഞ്ച് ദി ടൈറ്റിൽ ഓഫ് ദി ഡോക്യുമെന്റ് ടു അപ്പർ കേസ്. ഇനി ഡ്രോ എ ലൈൻ ബിറ്റ്വീൻ, അടുത്തത് ഡ്രോ എ ലൈൻ ബിറ്റ്വീൻ ദി ടൈറ്റിൽ ആൻഡ് ബോഡി ഓഫ് ദി ഡോക്യുമെന്റ്. ടൈറ്റിലിന്റെയും ഇതിന്റെ ഇടയ്ക്കൊരു എന്ത് ചെയ്യണം, ഇവിടെ കഴ്സർ ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഒരു ലൈൻ വരയ്ക്കാനാണ് പറയുന്നത്. അപ്പം ഇൻസേർട്ട് എടുക്കുക, അതിൽ ഷേപ്സ് എടുക്കുക, അതിലൊരു ലൈൻ സെലക്ട് ചെയ്യുക, എന്നിട്ട് ജസ്റ്റ് ഡ്രോ ചെയ്യുക. മൗസ് ശരിയല്ല, ലാപ്പ് ആയതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. സംഭവം ഇൻസേർട്ട് പോവാ, ഷേപ്സ് എടുക്കുക, ലൈൻ എടുക്കുക. സാധാരണ ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് ലാപ്പ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മൗസ് ഉപയോഗിച്ചിട്ട് സാധാരണ ചെയ്യാം. എൻ്റെ ഒരു പ്രശ്നം. ലൈൻ വരയ്ക്കുക, അതാണ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, അപ്പൊ സേവ് ദി ഇപ്പൊ ഈ 11 ക്വസ്റ്റ്യൻ. സേവ് ദി ഫയൽ ടു ലാബ് വർക്ക് ഇൻ യുവർ ഫോൾഡർ. ലാബ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സംഭവം നമ്മളൊരു ഫോൾഡർ ആക്കണം. അപ്പൊ ഫയലില് എന്ത് ചെയ്യാം, സേവ് കൊടുക്കുക. സേവില് ലാബ് വർക്ക് എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യണം. അപ്പൊ ഒരു ഫോൾഡർ ആക്കണം. നമുക്ക് ദിസ് പിസിയോ തൽക്കാലം ഡെസ്ക്ടോപ്പിൽ ഉണ്ടാക്കാം. ഡെസ്ക്ടോപ്പ് എടുക്കാം. ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ഫോൾഡർ എടുക്കണം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അല്ലെ പിന്നെ സാധാരണ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഓൾറെഡി ഒരു ഫോൾഡർ ഉണ്ടാക്കി വെക്കാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. മൗസ് ഒരു പ്രശ്നം ഉണ്ടാകാം. ന്യൂ ഫോൾഡർ എടുക്കുക. അപ്പൊ നിങ്ങളെ പേരിൽ, ഇപ്പൊ എൻ്റെ പേരിൽ ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കാൻ പോകുന്നു. ഓൾറെഡി ഞാൻ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഫയൽ എന്ത് ചെയ്യണം, ലാബ് വർക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഫോൾഡറിൽ സേവ് ചെയ്യണം. അപ്പൊ ഫയൽ എടുക്കുക, സേവ് എടുക്കുക. എന്നാൽ മൈക്രോസോഫ്റ്റ് വേർഡ് എക്സസൈസ് എന്നാ ചെയ്യാൻ പറഞ്ഞ്
ആ പേരിൽ സേവ് ചെയ്യുക. നമ്മളെ ഡെസ്ക്ടോപ്പ് എടുക്കുക. ഡെസ്ക്ടോപ്പിൽ നമ്മളെ പേരിൽ നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ, അതെടുക്കുക. നമ്മളെ ഫോൾഡർ ആദ്യം സെലക്ട് ചെയ്യുക. ഫോൾഡർ സുന എന്ന് പറഞ്ഞ ഫോൾഡർ വന്നു. അതിനകത്ത് നിങ്ങൾക്ക് എന്താ ടൈപ്പ് ചെയ്യാം. ഇപ്പൊ ആ സുന എന്ന് പറയുന്ന ഫോൾഡറിലാണ് ഞാനുള്ളത്. ഓക്കെ, അതിൽ എന്താന്ന് ചെയ്യാൻ പറഞ്ഞത് അവര് സേവ് ദി ലാബ് വർക്ക് പല ലാബ് വർക്ക് എന്ന്. അപ്പൊ ഈ മൈക്രോസോഫ്റ്റ് വേർഡ് എന്നുള്ളത് മാറ്റിയിട്ട് ലാബ് വർക്ക് എന്നും പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ഓക്കെ, സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ആയില്ലേ? എത്ര വരെയുള്ള 11 questions ആയി. ഇനി ക്രിയേറ്റ് ദി വേർഡ് ഡോക്യുമെന്റ് ഫയൽ ടു ദി റിക്വയർഡ് ഓപ്പറേഷൻ ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ്. അപ്പൊ ഞാൻ ഈ ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. enable the numbering enable the page number to display the number at the center of the bottom page. അപ്പൊ പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ പേജ് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ടെക്സ്റ്റ് അങ്ങനെ ടൈപ്പ് ചെയ്യുക. പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ അതെന്ത് ചെയ്യുക, ഇൻസേർട്ടിൽ പേജ് നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ ടോപ്പ് ഓഫ് ദി പേജോ നിങ്ങൾക്ക് ഇഷ്ടമില്ല. ഇപ്പൊ സെന്ററിലല്ലേ പറഞ്ഞത്, അപ്പൊ ഈ മോഡൽ സെന്റർ എടുക്കുക. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക് ആവും അല്ലെ. ഡിസ്പ്ലേ ദി പേജ് നമ്പർ അറ്റ് ദി സെന്റർ ഓഫ് ദി ബോട്ടം പേജ്. ബോട്ടത്തിലാണ് പറഞ്ഞത്, ടോപ്പിലല്ല. ബോട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, ഇൻസേർട്ടിൽ പേജ് നമ്പർ എടുക്കുക, ബോട്ടം ഓഫ് ദി പേജ് കൊടുക്കുക. ഓക്കെ, താഴെ കൊടുക്കുക. ഓക്കെ, അത് ഹെഡർ ആൻഡ് ഫൂട്ടർ പോലെ തന്നെ വരിക. ബോട്ടത്തിൽ പേജ് നമ്പർ വന്നിട്ടുണ്ടാവും. ഇനി ഇൻസേർട്ട് ദി സിമ്പൽ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ഫസ്റ്റ് ലൈൻ ഇൻ ദി സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിന്റെ ബിഗിനിങ്ങിൽ ഒരു സിമ്പൽ ഇൻസേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പൊ എല്ലാവരും ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇൻസേർട്ട് സിമ്പിൾ, ഇവര് പറയുന്ന സിമ്പിൾസ് തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ള ഒരു സിമ്പിൾസ് ഇൻസേർട്ട് ചെയ്ത് ആൾക്കാർ. ഇപ്പൊ ഇങ്ങനെ എടുക്കുക, സിമ്പിൾസ് എടുക്കുക. സിമ്പിൾസിൽ മോർ സിമ്പിൾസ് എടുക്കുക. അതിലിപ്പം കുറെ ചിലപ്പോൾ ആ ടൈപ്പ് ഉണ്ടാവണമെന്നില്ല. എന്തെല്ലോ സിമ്പിൾസ് ഉണ്ട്. പിന്നെ മാക്സിമം സിമ്പിൾസ് ഇത്രയേ ഉള്ളൂ. സ്റ്റാറുണ്ടോ? അധികം സിമ്പിൾസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് ഇഷ്ടമില്ല ഏതെങ്കിലും ഒരു സിമ്പിൾ എടുത്തിട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ സിമ്പിൾസ് ഉണ്ടോ സെലക്ട് ചെയ്യലും പരിതൽ വേണേലും നമുക്ക് ഇഷ്ടമുള്ള സിമ്പിൾ ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് സിമ്പിൾസ് എടുക്കേണ്ടത്, മനസ്സിലായില്ലേ? ഞാനിപ്പം തൽക്കാലം ഇൻറ്റു സിമ്പിൾ ഇടാൻ പോകും. അത് ക്ലിക്ക് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ അത് ഇവിടെ വന്നു, ആ സിമ്പിൾ വന്നു. ഇനി എന്താ പറഞ്ഞേ, ഇൻസേർട്ട് ദി സിമ്പിൾ. ഓക്കെ, ഒരു സിമ്പിൾ ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസേർട്ട് എ സിമ്പിൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇൻസേർട്ട് ദി കമന്റ് ഇൻ ദി ഇൻസേർട്ടർ സ്റ്റെപ്പ് ടു ഡിസ്പ്ലേ ദി ഫോളോയിങ് മെസ്സേജ്. എന്താണ്, എ നോൺ ആസ്കി ക്യാരക്ടേഴ്സ്. അപ്പൊ ഇതിനൊരു കമന്റ് ഇൻസേർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് സെലക്ട് ചെയ്യണം. ഈ സംഭവം സെലക്ട് ചെയ്യുക, അവിടെ ഒരു കമന്റ് ഇൻസേർട്ട് ചെയ്യാം. കമന്റ് എല്ലാം ഉണ്ടാവുന്ന മെനു എന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ കഴ്സർ ഇവിടെ കൊണ്ടുവെക്കുക, ഷിഫ്റ്റ് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇവിടെ പോവാ, റിവ്യൂ എന്ന് പറയുന്ന ടാബിലാണ് കമന്റ് ഉണ്ടാവുക. റിവ്യൂ എടുത്തിട്ട് അതിനകത്ത് ന്യൂ കമന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അവിടെ ന്യൂ ആസ്കി ക്യാരക്ടേഴ്സ് എന്നാ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അത് ജസ്റ്റ് കൊടുക്കുക. എ നോൺ ആസ്കി ക്യാരക്ടർ. അപ്പൊ ഒരു കമന്റ് കൊടുക്കും, നോൺ ആസ്കി ക്യാരക്ടർ. അങ്ങനെ എന്താ വെച്ചാൽ അത് കൊടുക്കും. ആയി, അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ആയി.
നെക്സ്റ്റ് ഇൻസേർട്ട് എ ഹെഡിങ് മൈക്രോസോഫ്റ്റ് വേർഡ് ആൻഡ് അലൈൻ സെന്റർ. അപ്പോൾ ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റ് എന്ത് ചെയ്യണം, ഒരു ഹെഡിങ് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ഹെഡിങ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ അവിടെ കേഴ്സർ വെക്കുക. ഇതിന്റെ തൊട്ട് മുകളിലാണ് വേണ്ടെങ്കിൽ അവിടെ കേഴ്സർ വെച്ചിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് മുകളിലേക്ക് കേഴ്സർ കൊണ്ടുപോകും. ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ടാക്കണം അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. മൈക്രോസോഫ്റ്റ് വേർഡ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ടാക്കിയിട്ട് അതിനെ എന്ത് ചെയ്യണം, സെന്ററിലേക്ക് അലൈൻ ചെയ്യണം. ഹോം എടുക്കുക, സെന്റർ അലൈൻമെന്റ് അതായത് ജസ്റ്റ് ഇത്ര ചെയ്യണം. അതിന്റെ ഷോർട്ട് കട്ടല്ലേ ഇതിന്റെ അടിയിൽ വെച്ച. ഇതെല്ലാം ഞാൻ ശരിക്കും വീഡിയോസ് ഇട്ടതാണ് കംപ്ലീറ്റ് മെനു. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ മാത്രം പറയുന്നതാണ്. അലൈൻ ടെക്സ്റ്റ് സെന്റർ, ഇതിന്റെ ഷോർട്ട് കട്ട് കൺട്രോൾ+C, കൺട്രോൾ+C സെന്റർ അലൈൻമെന്റ്, ലെഫ്റ്റ് കൺട്രോൾ+L, റൈറ്റ് കൺട്രോൾ+R. ജസ്റ്റിഫൈ നമ്മൾ ഫസ്റ്റ് ചെയ്തു. ഈ വീഡിയോസ് എല്ലാം ഒന്ന് യൂട്യൂബിൽ നോക്കണം. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഇടുന്നുള്ളൂ. ഇതിന്റെ കംപ്ലീറ്റ് മെനൂസ് യൂട്യൂബിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടിട്ടുണ്ടാവില്ല, ഇനി കണ്ടോളൂ കേട്ടോ ലാബ് എക്സാമിന്. ഓക്കെ. ഇനി ക്രിയേറ്റ് ദി അനദർ പേജ് ആൻഡ് കോപ്പി ദി ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് ദി ഫസ്റ്റ് പേജ് ഇൻ ടു ദി ന്യൂ പേജ്. നമ്മളൊരു പുതിയ ഫയൽ ഉണ്ടാക്കുക. ഫയൽ എടുക്കുക, ന്യൂ എടുക്കുക. ന്യൂവിൽ എന്ത് ചെയ്യണം, ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുക്കുക. ബ്ലാങ്ക് ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതിലേക്ക് ഇതിനകത്തില്ലേ ഫസ്റ്റ് പാരഗ്രാഫിനെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫ് ഞാനിപ്പോൾ ഇത് സെലക്ട് ചെയ്യുന്നു. ഇതിന്റെ സെലക്ട് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തു. കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ട് കൺട്രോളും+C അല്ലെങ്കിൽ കോപ്പി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ കൺട്രോളും+C പ്രസ് ചെയ്യാം. എന്നിട്ട് മറ്റേ ഡോക്യുമെന്റ്സ് എടുക്കും. നമ്മളൊരു ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുത്ത് വെച്ചിട്ട് അവിടെ പോയിട്ട് കൺട്രോളും+V അടിച്ചാൽ മതി. അപ്പൊ ഇതിലുള്ള ഈ ഒരു പേജിലുള്ള സാധനം ഇത് വേറെ ഫയലിലേക്കാണ്. നിങ്ങൾക്ക് അടുത്ത പേജിലാണോ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അടുത്ത പേജിലേക്ക് പോയാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടാ. ഓക്കെ. ഡ്രോ നോ ചേഞ്ച് ദ ഡിസ്പ്ലേ വേർഡ്. ഓക്കെ. ഇൻസേർട്ട് എ create another page and copy the first paragraph the first page into the new page. വേറെ പേജ് അറിഞ്ഞിട്ടാ. വേറെ ഡോക്യുമെന്റ് ആണെങ്കിൽ നേരത്തെ ചെയ്തതുപോലെ ചെയ്യാം. വേറെ പേജ് ആണെങ്കിൽ അടുത്ത പേജിൽ വന്നിട്ട് കൺട്രോൾ അടിച്ചാലും മതി. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇൻസേർട്ട് എ ബുക്ക് മാർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ലൈൻ ഇൻ ദി ന്യൂലി ആഡഡ് പേജ് വിത്തിൻ എ ക്യുക്ക്. അപ്പൊ ഇതിന്റെ ഈ ന്യൂലി ആഡഡ് പേജിലെ ഇതിലൊരു ബുക്ക് മാർക്ക് ക്യുക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഫസ്റ്റ് പേജിൽ നിന്നിട്ടുണ്ട്. ക്യുക്ക് എന്ന് പറയുന്ന ബുക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്താൻ പറ്റണം. അപ്പൊ ബുക്ക് മാർക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയാണോ ബുക്ക് മാർക്ക് വേണ്ടത് അവിടെ കേഴ്സർ വെച്ചതിന് ശേഷം ഇൻസേർട്ട് എടുക്കുക. അതിൽ ബുക്ക് മാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്യുക്ക്, നിങ്ങളെ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഞാൻ പറയുന്നില്ല. ക്യുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് മാർക്ക് ആക്കി വെച്ചു. ഇത് ജസ്റ്റ് നമുക്ക് ഒരുപാട് ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഓരോ ഹെഡിങ്ങിലേക്കും പോവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവര് ജസ്റ്റ് നമ്മളിപ്പം ചെയ്തതിലേക്ക് ഒരു ക്യുക്ക് എന്ന് പറഞ്ഞ ബുക്ക് മാർക്ക് ഇൻസേർട്ട് ചെയ്തു. ഇനിയിപ്പം നമ്മൾ വേറെ ഏതോ ഫസ്റ്റ് പേജിലാണ് ഉള്ളത്. നമുക്ക് ആ ക്യുക്ക് എന്ന് പറയുന്ന ബുക്ക് മാർക്കിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാൻ പറ്റണം. അപ്പൊ നേരത്തെ നമ്മൾ കൺട്രോൾ+G അടിക്കുമ്പോൾ എന്താ കിട്ടുന്നുണ്ട്, അതിന് ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസിന്റെ വിൻഡോ വരുന്നില്ല, അതിൽ തന്നെയാണ് ഈ ബുക്ക് മാർക്കും ഉള്ളത്. അപ്പൊ ഗോ ടൂവിൽ പോയിട്ട് ബുക്ക് മാർക്ക് സെലക്ട് ചെയ്യാം. ബുക്ക് മാർക്കിൽ നമ്മൾ ക്യുക്ക് എന്ന് ടൈപ്പ് ചെയ്ത ബുക്ക് മാർക്ക് ഉണ്ടാവും. ദെൻ പ്രസ് ഗോ ടു. അപ്പൊ നമ്മളിപ്പം എവിടെയാണോ ബുക്ക് മാർക്ക് ചെയ്ത് വെച്ച് അവിടുത്തെ കഴ്സർ പോയി നിൽക്കും. ഇവിടെയല്ലേ നമ്മൾ ബുക്ക് മാർക്ക് ആക്കി. അടുത്ത ഇതാ ഈ പേജിൽ നിന്ന് നേരെ ഡയറക്റ്റ് ക്വിക്കായിട്ട് ഇപ്പുറത്തെ പേജിലേക്ക് വന്നു. അതാണ് ബുക്ക് മാർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Now the change the bookmark ആക്കി. Create another page and insert a bookmark. Come to the first line of the document and then go to option and reach the bookmarks. അത് നമ്മൾ ചെയ്തു. Expand the document display to full screen and bring back to the normal size. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം, ഫുൾ സൈസിൽ ഇതിന് എന്താ ചെയ്യണം, വ്യൂ എടുക്കുക. വ്യൂവില് ഫുൾ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ആദ്യം നമ്മളോട് എന്താ പറഞ്ഞാൽ ഇത് ഫുൾ സ്ക്രീൻ ആക്കണം. ഫുൾ സ്ക്രീൻ ആക്കുക. അപ്പൊ ഇങ്ങനെ വരും, ഒന്നുമില്ലാത്ത പോലെ. കണ്ടാ
ഫുൾ സ്ക്രീൻ ഓപ്ഷൻ. അപ്പൊ ഇതിന് എന്ത് ചെയ്യണം? എന്നാ ചെയ്യാൻ പറഞ്ഞത് എക്സ്പാൻഡ് ദി ഡോക്യുമെന്റ് ഡിസ്പ്ലേ ടു ഫുൾ സ്ക്രീൻ ആൻഡ് ബ്രിങ് ടു ബാക്ക് ടു നോർമൽ സൈസ്. അപ്പൊ ഇതിൽ നോർമലിലേക്ക് വരണം. എസ്കേപ്പ് കീ ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി. അപ്പൊ ഈ വ്യൂവിൽ തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പ്രിന്റ് ലേഔട്ട് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫുൾ സ്ക്രീൻ ഉണ്ട്, പിന്നെ വെബ് ലേഔട്ട്, ഔട്ട്ലൈൻ, ഡ്രാഫ്റ്റ്. ഇതൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ആവശ്യമില്ല. ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ആൻസറിന് മാത്രം ഞാൻ പറഞ്ഞാണ്. വ്യൂ മെനുവിൽ പോവാ, ഫുൾ സ്ക്രീൻ എടുക്കുക. ഫുൾ സ്ക്രീൻ വന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എസ്കേപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. Insert a page break at the end of the second page. Insert a page break at the end of the second page. അപ്പോൾ ഇത് നമുക്ക് ഒരുപാടുണ്ട്. അപ്പൊ ഇതിന്റെ ഇവിടെ ഒരു പേജ് ബ്രേക്ക്, നമുക്ക് ഇവിടെ നിന്ന് അടുത്ത പേജ് വരണം എന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ പേജ് ബ്രേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് പേജ് ബ്രേക്ക് എന്നല്ലേ പറയാം. ഇൻസേർട്ട് എ പേജ് ബ്രേക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് പേജ്. ഇൻസേർട്ടിൽ തന്നെയാണ് എന്തുള്ളത്? പേജ് ബ്രേക്ക്. അപ്പൊ ആ കണ്ടന്റ് അടുത്ത പേജിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകും. നമ്മളെ മൂന്നാമത്തെ പേജിൽ ആ കണ്ടന്റ് അടുത്ത പേജിലേക്ക് ബ്രേക്ക് ചെയ്യാൻ എൻ്റർ അടിച്ച് പോകുന്നതിന് പകരം ഇൻസേർട്ടിൽ പേജ് ബ്രേക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ. നൗ ഇൻ ദി നെക്സ്റ്റ് പേജ് ടൈപ്പ് ദി ഫോളോയിങ് ടെക്സ്റ്റ് ടു റെക്ടാങ്കുലർ ബോക്സ്. അപ്പൊ ഈ ഇതിൽ എന്ത് ചെയ്യണം? അടുത്ത പേജിൽ ഒരു ഇതല്ല നമ്മൾ അടുത്ത പേജ് ആക്കാൻ പോകുന്നത്. ഇവിടെ വെച്ചിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സിൽ എന്ത് ചെയ്യണം? കുറച്ച് സംഭവം ടൈപ്പ് ചെയ്യണം. അപ്പൊ അതിൽ നമ്മൾ എങ്ങനെ എടുക്കുക? ഇൻസേർട്ടില് ഓക്കെ ഷേപ്സ് എടുക്കുക, റെക്ടാങ്കുലർ ബോക്സ് എടുക്കുക, അത് വരക്കുക. ജസ്റ്റ് ഡ്രോ ചെയ്യാം. അത്ര സൈസ് ടൈപ്പ് ചെയ്യാം. ആ മാറ്റർ എന്താണ്? ഇഫ് യു വാണ്ട് ടു ചേഞ്ച്, ആ സംഭവം ചെയ്യും. അവർ പറയുന്ന മാറ്റർ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്ത് കാണുമെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ബോക്സിൽ അവർ പറയുന്ന മാറ്റർ നിങ്ങൾ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണേ. ഓക്കെ. ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ഇനി നൗ ചേഞ്ച് ദി ഡിസ്പ്ലേ ഓഫ് ദി വേർഡ് ഇഫ് ഡ്രോപ്പ് ക്യാപ്പ് സ്റ്റൈൽ ഡ്രോ ഫോർ 3 ലൈൻസ്. അപ്പൊ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്രോപ്പ് ക്യാപ്പ്. അതായത് നമ്മളെ ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറഞ്ഞാല് ഈ ഫസ്റ്റ് ലൈൻ ഇല്ലേ, ഓക്കെ. ഇപ്പം അതായത് ഈ വി എന്നുള്ള ലെറ്റർ എനിക്ക് ഇപ്പൊ ഈ 3 ലെറ്ററിനും കോമൺ ആയിട്ട് വരണമെങ്കിലാണ് നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ്. ഫസ്റ്റ് ആ വരേണ്ട ലെറ്റർ മാത്രം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇൻസേർട്ടിൽ എന്ത് ഓപ്ഷൻ എടുക്കുക? ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ. അതിൽ എത്ര ലൈനാ ഡ്രോപ്പ് ചെയ്യേണ്ടതുണ്ട്. ഡീഫോൾട്ട് ആയിട്ട് 3 ലൈനാ ഉണ്ടാവും. അപ്പൊ ആ 3 നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ അതില് വേറെ ഇപ്പൊ 4 ലൈനിലെല്ലാം വേണമെങ്കിൽ നമ്മൾ ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻസ് എടുത്തിട്ട് അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്ര ലൈന് ആക്കണം. നമുക്കിപ്പോ 3 ലൈന് ഡ്രോപ്പ് ചെയ്തിട്ട് വരും ആണ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഡ്രോപ്പ് ക്യാപ്പ് മനസ്സിലായില്ലേ? ഇൻസേർട്ട് ഡ്രോപ്പ് ക്യാപ്പ് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇൻസേർട്ട് ഡ്രോപ്പ് ക്യാപ്പ് ആയി. നെക്സ്റ്റ് നൗ ചേഞ്ച് ദി ഡ്രോപ്പ് ക്യാപ്പ് ആക്കണം. ഇനി ഡ്രോ എ സ്മോൾ ബ്രിങ് ബിറ്റ്സ് മാപ്പ് പെയിന്റ് ബ്രഷ് ആൻഡ് ഇൻസേർട്ട് ഇൻ ടു ദി ഡോക്യുമെന്റ്. നമ്മൾ പെയിന്റിൽ ഒരു പിക്ചർ വരച്ചിട്ട് എന്ത് ചെയ്യണം? അത് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റണം. അതിന് വേറൊരു ഓപ്ഷൻ ഇൻസേർട്ടിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ടിൽ ഒബ്ജക്റ്റ് എടുക്കുക. ഒബ്ജക്റ്റിൽ എടുക്കുമ്പോൾ ഇൻസേർട്ട് ഒബ്ജക്റ്റ് എടുക്കുമ്പോൾ ഇതിൽ ബിറ്റ്സ് കുറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നമുക്ക് ബിറ്റ്സ് മാപ്പ് ഇമേജ് സെലക്ട് ചെയ്യാം. ബിറ്റ്സ് ഇമേജ് കഴിക്കുമ്പോൾ പെയിന്റിന്റെ വിൻഡോ വരും. അപ്പൊ അതില് നമുക്ക് ഇഷ്ടമില്ല ഡ്രോയോ എന്തെങ്കിലും ഒരു റൗണ്ടോ സ്ഥലത്താണ് ഞാൻ ഒരു സർക്കിൾ ആയിരിക്കും. ഓക്കെ. ഇതെന്നിട്ട് ക്ലോസ് ചെയ്യാം. ഏത് പെയിന്റിന്റെ വിൻഡോ ക്ലോസ് ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്യും? നമ്മളെ വേർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇത്രയല്ലേ പറയുന്നുള്ളൂ. ഡ്രോ എ സ്മോൾ ബിറ്റ്സ് മാപ്പ് യൂസിങ് പെയിന്റ് ബ്രഷ് ആൻഡ് ഇൻസേർട്ട് ഇൻ യുവർ ഡോക്യുമെന്റ്. ഓക്കെ. നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാൻ ഡയറക്റ്റ് പെയിന്റിലേക്കും പോകും,
ഇത്രയേ ഉള്ളൂ. ഇൻസേർട്ട് ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് അനദർ ഒബ്ജക്റ്റിനെ വേർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യൽ. ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ഇനി റൺ ദി സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ഡ്രോ എ സ്മോൾ ബിറ്റ്സ് മാപ്പ്. റൺ എ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ. ചെക്ക് ദി ഒബ്സർവ് ദി റിസൾട്ട്. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റിവ്യൂ ആണ്. റിവ്യൂവിൽ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കും. അപ്പൊ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന അപ്പൊ നമ്മൾ ഓരോ ഇതിലെ ചേഞ്ചസ് ഇത് ചേഞ്ച് ചെയ്യണം. ഇപ്പൊ OC അത് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അത് വരുന്നത്. മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിൽ കൺട്രോൾ മൊത്തം സെലക്ട് ചെയ്തിട്ട് നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മളെല്ലാ ടെക്സ്റ്റും വരും. ഇത് OC ലുക്ക് അത് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യുക? ചേഞ്ച് കൊടുക്കുക. ഇതിലെല്ലാം ഓരോ ഈ അതിലോ തെറ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? എറർ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇടുന്ന ഡിലീറ്റ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ സ്പെല്ലിങ് കറക്റ്റ് ചെയ്യാം. ഇപ്പൊ ഓരോന്നാ ഇതിലെ എല്ലാ സ്പെല്ലിങ്ങും തെറ്റില്ല സ്പെല്ലിങ്സ് മൊത്തം വരും. ഈ ചേഞ്ച് ഓപ്ഷൻ എടുത്തിട്ട് ചേഞ്ച് ചെയ്യാം. അത്രയേ ഉള്ളൂ സ്പെല്ലിങ് ഗ്രാമർ എന്ന് പറയുന്ന സംഭവം. റിവ്യൂ ടാബിലാണ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇതെല്ലാം ചെയ്ത് നോക്കുക. ഞാൻ വെറുതെ റെക്കോർഡ് ചെയ്താണ് ലാബ് നമ്മൾ പട്ടത്തിലെ പിള്ളേർക്ക് ഞാൻ ഇതിൽ ലാബ് പറഞ്ഞു കൊടുത്തു. കിട്ടാത്തവർ വീട്ടിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി റൺ എ വേർഡ് കൗണ്ട്. ഒബ്സർവ് ദി സ്റ്റാറ്റിസ്റ്റിക്സ് അബൌട്ട് ദി കറന്റ് ഡോക്യുമെന്റ്. ഇപ്പൊ വേർഡ് കൗണ്ട് അത് എവിടെയാ ഉണ്ടാവുക? വ്യൂവിലുണ്ടാവും. എത്ര വേർഡ് ഉണ്ട് എന്നുള്ള കൗണ്ട് കാണണമെങ്കിൽ റിവ്യൂലായിരിക്കും. റിവ്യൂല് വേർഡ് കൗണ്ട് എത്ര വേർഡ് ഉണ്ട്, എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, എത്ര പേജ് ഉണ്ട്, അതിൻ്റെ ഒരു റിവ്യൂ കാണിച്ചു തരും. അത്രയേ ഉള്ളൂ. ഇത്ര പേജ് ഉണ്ട്, ഇത്ര വേർഡ് ഉണ്ട്, ഇത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നിട്ട് കാണിച്ചു തരും. അത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാം. അതാണ് വേർഡ് കൗണ്ട്. ടൈപ്പ് ദി ടെക്സ്റ്റ് ആസ് ഫോളോസ്. വാട്ട് എ ഫൈൻ ഡേ. മേക്ക് ഇറ്റ് ബോൾഡ് ആൻഡ് ഇറ്റാലിക്സ്. വാട്ട് എ ഫൈൻ ഡേ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. അതന്നെ ടൈപ്പ് ചെയ്യണേ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അവർ പറഞ്ഞ പോലെ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പേജിലാണ് ടൈപ്പ് ചെയ്യുന്നത്. വാട്ട് എ ഫൈൻ ഡേ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് അതിനെ എന്താക്കാൻ പറഞ്ഞു? മേക്ക് ഇറ്റ് ബോൾഡ് ആൻഡ് ഇറ്റാലിക്സ്. എല്ലാവർക്കും അറിയില്ല അല്ലേ? ഇതിനെ ബോൾഡിലും ഇറ്റാലിക്സിലും ആക്കണം. സെലക്ട് ചെയ്യാം. ഹോമിൽ ബി ഒന്നിക്ക് ബി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കൺട്രോളും ബിയും ഷോർട്ട് കട്ട് അടിക്കുക. ഇറ്റാലിക്സ് ആക്കാനോ കൺട്രോളും വൈയും, അല്ലെങ്കിൽ ബി ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. വാട്ട് എ ഫൈൻ ഡേ എന്ന് പറഞ്ഞിട്ട് ചെയ്തു. നെക്സ്റ്റ് എന്താ അവർ പറഞ്ഞേ? ഹാവ് എ നൈസ് ഡേ. അതിൻ്റെ അടിയിൽ ഒരു പൈപ്പിംഗ് സിമ്പിൾ എല്ലാം ഇടാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെല്ലാം ഇടാൻ അറിയില്ല. അത് ഇതങ്ങോട്ട് ഇട്ടാൽ ഷിഫ്റ്റ് അടിച്ചിട്ട് ഇത്. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഹാവ് എ നൈസ് ഡേ. അതിന് ഈ ഫോമാറ്റ് വേണ്ട കേട്ടോ. നമ്മൾ സിമ്പിൾ ആയിട്ടാണ് അവർ പറഞ്ഞത്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞ് വേറെ ഒരു വേർഡ് ടൈപ്പ് ചെയ്യാം. വാട്ട് എ ഫൈൻ ഡേയും ഹാവ് എ നൈസ് ഡേയും ടൈപ്പ് ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യാൻ പറഞ്ഞേ? പ്രിന്റ് ദി ഫോർമാറ്റ് ഓഫ് ടെക്സ്റ്റ് വാട്ട് എ ഫൈൻ ഡേ ബോൾഡ് ഇറ്റാലിക്സ് ടു ടെക്സ്റ്റ് ഹാവ് എ നൈസ് ഡേ. അപ്പൊ ഇതിന്റെ ഈ ഫോർമാറ്റില്ലേ, വാട്ട് എ നൈസ് ഡേക്ക് നമ്മൾ ബോൾഡും ഇറ്റാലിക്സ് കൊടുത്തിട്ടുണ്ട്. അതേ ഫോർമാറ്റ് ഇതിന് പേസ്റ്റ് ചെയ്ത് വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ കേസിൽ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ബോൾഡും ഇറ്റാലിക്സ് ആക്കിയാൽ മതി. പക്ഷെ അവർ ഉദ്ദേശിച്ചത് ഫോർമാറ്റ് പെയിന്ററിന്റെ ആവശ്യം മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ ഈ സംഭവം അങ്ങനെ ചെയ്യാൻ പറഞ്ഞ ഫസ്റ്റ് ഈ സംഭവം സെലക്ട് ചെയ്യാം. വാട്ട് എ ഫൈൻ ഡേ എന്ന് പറയുന്ന സാധനം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഫോർമാറ്റ് പെയിന്റർ. അത് ആ ഫോർമാറ്റ് മാത്രം ഇതിന് പെയിന്റ് ചെയ്യണം. ആ മാറ്റർ വരാൻ പാടില്ല. അപ്പൊ ഫോർമാറ്റ് പെയിന്റർ ക്ലിക്ക് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റിന്റെ മേലെ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. കുറച്ച് പണി അങ്ങനെ ചെയ്യണ്ടേ, എൻ്റെ മൗസിന്റെ പ്രശ്നം കൊണ്ടാണ്. ആദ്യം ചെയ്യേണ്ടത് ഇത് ഫസ്റ്റ് ഈ ഫോർമാറ്റ് ഇതിന്റെ ഫോർമാറ്റ് സെലക്ട് ചെയ്യാം.
ഫസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫോർമാറ്റ് പെയിന്റർ എടുക്കുക. മൗസ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. ഫോർമാറ്റ് പെയിന്റർ വെക്കുക. എന്നിട്ട് ഈ പെയിന്റ് ബ്രഷ് പോലത്തെ വരുന്നില്ലേ, അത് ഇതിനിങ്ങനെ ഫോർമാറ്റ് ചെയ്യാം. പോയി ആ ഫോർമാറ്റ് അതിന് പേസ്റ്റ് ചെയ്ത് വരും. മനസ്സിലായില്ലേ? ഫോർമാറ്റ് പെയിന്റർ എടുത്ത് ചെയ്യേണ്ടതാണ് അത്. അതേ ഫോർമാറ്റ് അതിന് പേസ്റ്റ് ചെയ്ത് വരും. ഇനി ടൈപ്പ് ദ ടെക്സ്റ്റ് ആസ് ഫോളോസ്: H2SO4, H2O, MC². ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെ അല്ലേ? H2SO4 എന്നില്ലേ? ഈ H2നെ എന്ത് ചെയ്യണം? ഈ 2നെ മാത്രം സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കിട്ടണം. അങ്ങനെ നമ്മളെ ഈ H2 മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ X2 എന്നുള്ളത് അടിക്കുക. ഇതാ. അപ്പൊ എന്ത് ചെയ്യുക? ഇതിന് സബ്സ്ക്രിപ്റ്റ് എന്ന് പറയും. SO4ന്റെ 4ഉം സബ്സ്ക്രിപ്റ്റ് ആയിട്ട് വരണമെങ്കിൽ 4 മാത്രം സെലക്ട് ചെയ്യുക, സബ്സ്ക്രിപ്റ്റ് അടിക്കും. H2SO4. ഇനിയിപ്പോൾ അതേ ഫോർമാറ്റിലാണ് വരുന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ മതി പോണെങ്കിൽ. H2SO4 ആയി. ഇനി എന്താ ചെയ്യാൻ പറഞ്ഞേ? H2 അത് അങ്ങനെ തന്നെ ചെയ്യാം. MC² അല്ലേ? MC². അപ്പം MC² എന്നില്ല, ഈ 2 എന്നുള്ളത് സ്ക്വയർ ആയിട്ട് വരണം. അപ്പൊ സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പ്രസ് ചെയ്യുക, ഏത് പ്രസ് ചെയ്യാം? MC². ഇത്രയേ ഉള്ളൂ. അപ്പൊ അതുമായി. അത് ബാക്കി നിങ്ങൾക്ക് ചെയ്യില്ലേ? ക്യൂബെല്ലാം നിങ്ങൾ അത് സെലക്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ഓക്കെ. സേവ് ദി ഫയൽസ് ആസ് ലാബ് വർക്ക് 2. സേവ് ചെയ്യാം. ഓക്കെ. സേവ് ദി ഫയൽ ആസ് ലാബ് വർക്ക് 2. നമ്മൾ ലാബ് വർക്ക് 1 പറഞ്ഞിട്ടാണ് ഇത് സേവ് ചെയ്തത്. ഇനി ഇതിനെ വേറെ ഒരു പേരിൽ സേവ് ചെയ്യണം. ലാബ് വർക്ക് 2 എന്ന് പറഞ്ഞിട്ട് വേറെ പേരിൽ സേവ് ചെയ്യണമെങ്കിൽ ഫയലിൽ നമ്മൾ ഫസ്റ്റ് എന്താ എടുത്തത്? സേവ് എടുത്തത്. പകരം സേവ് ആസ് ബട്ടൺ എടുത്തിട്ട് വേറെ ഒരു പേരിൽ ലാബ് വർക്ക് 1 ആണ് ആദ്യം സേവ് ചെയ്തത്. നമ്മൾ ലാബ് വർക്ക് സേവ് ചെയ്തിട്ട് ഇതിനെ ലാബ് വർക്ക് 2 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ഓക്കെ. സേവ് ആസ് എടുത്തോ, ലാബ് വർക്ക് 2 എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാബ് വർക്ക് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവം ഉണ്ടാവും. നമ്മൾ ആദ്യം സേവ് ചെയ്തത് ലാബ് വർക്ക് 2 എന്ന് പറഞ്ഞത് ഈ സംഭവം ഉണ്ടാവും. അപ്പൊ 2 ഫയലായിട്ട് ഉണ്ടാവും. Add the heading features of word. Increase the space between the characters in the heading. Add a heading features of word. Increase the space between the characters in the heading. Characters in the space change ചെയ്യണമെന്നല്ലേ പറഞ്ഞേ? ഫീച്ചേഴ്സ് ഓഫ് വേർഡ് എന്നാക്കിയിട്ട് ഇതിന്റെ ക്യാരക്ടർ സ്പേസിങ് കൂട്ടണം. ക്യാരക്ടർ സ്പേസിങ് കൂട്ടാൻ പാരഗ്രാഫ് പേജ് ഇൻഡന്റ് സ്പേസിങ് ക്യാരക്ടർ തമ്മിലുള്ള സ്പേസ് ആണ്. ലൈൻ സ്പേസിങ് ഉണ്ട്, സ്പെഷ്യൽ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞാലേ സമയം പെട്ടെന്ന് ഏത് മെനുവിലാന്ന് എനിക്ക് ഓർത്തില്ല. ഇനി ഇൻക്ലൂഡ് ദി ഡബിൾ അണ്ടർലൈനിങ് ഓഫ് ദി include a double underline for the heading. ഹെഡിങ്ങിന് ഡബിൾ അണ്ടർലൈൻ വരണം. അതിന് ഇതിൽ മോഡൽ ഉണ്ട് കേട്ടോ, അണ്ടർലൈൻ.
അണ്ടർലൈനിൽ തന്നെ ഡബിൾ അണ്ടർലൈൻ്റെ സൈസ് നോക്കുക. അല്ലാണ്ട് 2 വര വരക്കണ്ട. അതിൽ അണ്ടർലൈൻ സ്റ്റൈല് ഇഷ്ടം പോലെ ഉണ്ടാവും. അത് ഡബിൾ അണ്ടർലൈനാണ് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്താൽ മതി. അണ്ടർലൈൻ്റെ ആരോ കീ സെലക്ട് ചെയ്തിട്ട് അതിൽ ഡബിൾ അണ്ടർലൈൻ സെലക്ട് ചെയ്യാം. സ്പേസിങ്ങിൻ്റെ ഓപ്ഷൻ എവിടെയും ക്യാരക്ടർ ഫോർമാറ്റിങ്ങിൽ ഉണ്ടാവും. ഫോണ്ടിൽ ക്യാരക്ടർ ഫോർമാറ്റിങ്ങിൽ ഫോണ്ട് മെനുവിൽ ഉണ്ടാവും. സ്ട്രൈക്ക് ഔട്ട്, ഡബിൾ സ്ട്രൈക്ക് ഔട്ട്, സ്കോപ്പ് അണ്ടർലൈൻ സ്റ്റൈൽ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഉണ്ട്. ഫോണ്ട് കളർ ഉണ്ട്, സൈസ്, ടെക്സ്റ്റിന്റെ ഇഫക്ട്സ്, റിഫ്ലക്ഷൻ, ഔട്ട്ലൈൻ, ഓരോ സ്റ്റൈല്, ഫോർമാറ്റ്. അത് അഡ്വാൻസ്. അത്രയും ഓപ്ഷൻ പോകണ്ട കേട്ടോ. ഫോണ്ടില് അഡ്വാൻസിലുണ്ട് സ്പേസിങ്, ക്യാരക്ടർ സ്പേസിങ്. നമ്മൾ എത്രയും ശ്രദ്ധിക്കാത്തതാണ്. ഫോണ്ടില് അഡ്വാൻസിൽ സ്പേസിങ്, നോർമൽ ഉണ്ട്, എക്സ്പാൻഡ് ഉണ്ട്, കൺസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ല എക്സ്പാൻഡ് ചെയ്തിട്ട് ഇപ്പം അത് കൂട്ടി കൊണ്ടുവന്നാൽ അതാ ഹെഡിങ് ക്യാരക്ടർ സ്പേസിങ് കൂട്ടുന്നത് നമ്മളധികം ശ്രദ്ധിക്കാത്തതാണ്. അതുകൊണ്ട് തന്നെ അത്ര ഒരു കൺഫ്യൂഷൻ വന്നുപോയി. അപ്പോൾ ക്യാരക്ടർ സ്പേസിങ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ക്യാരക്ടർ ഫോർമാറ്റിംഗ് എപ്പോൾ ഫോണ്ട് മെനുവിലാണ് ഉണ്ടാവുക. അതിൽ ഫോണ്ട് എടുക്കാണ്ടിൽ അഡ്വാൻസ് എടുത്തിട്ട് സ്പേസിങ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ തിയറി എടുക്കുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അഡ്വാൻസ് ഓപ്ഷൻസ് ഇവർ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട് അല്ലെ ക്വസ്റ്റ്യൻസിൽ. അഡ്വാൻസിൽ സ്പേസിങ് എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഡബിൾ അണ്ടർലൈൻ ആയി, അഡ്വാൻസ് സ്പേസിങ് ആയി. ഓക്കെ, ഇനി ചേഞ്ച് ദി ടെക്സ്റ്റ് കളർ ഓഫ് ദി ബ്ലൂ വിത്ത് എ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആക്കണം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദി ടെക്സ്റ്റ് കളർ ഓഫ് ദി ബ്ലൂ വിത്ത് എ ബാക്ക്ഗ്രൗണ്ട് കളർ. ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ, ടെക്സ്റ്റ് കളർ ബ്ലൂ. ഒന്നും കൂടി സെലക്ട് ചെയ്യണേ, മാറിയിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ, ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലൂ അല്ല, ടെക്സ്റ്റ് കളർ ബ്ലൂ, ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ. അതെല്ലാം ചെയ്തു. അങ്ങനെ ചേഞ്ച് ദി കേസ് ഓഫ് ദി ഓൾ പാരഗ്രാഫ് ടു സെന്റൻസ് കേസ്. എല്ലാം ഇതിന് എന്ത് ചെയ്യണം? സെന്റൻസ് കേസ് ആക്കണം. സെന്റൻസ് കേസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ. ഇപ്പൊ എല്ലാ പാരഗ്രാഫ് മൊത്തം സെലക്ട് ചെയ്യാൻ ഞാൻ CTRL A ആണ് അടിച്ചിട്ട് ഫസ്റ്റ് ലെറ്റർ മാത്രം അതിനെ സെന്റൻസ് കേസ് ആക്കിയാൽ മതി. എല്ലാം കൂടെ എന്ത് ചെയ്യാം? ചേഞ്ച് കേസ്, സെന്റൻസ് കേസ്. ഓരോ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ലെറ്റർ. ക്യാപിറ്റൽ ലെറ്റർ. അതാണ് സെന്റൻസ് കേസ് എന്നൊരു ഉദ്ദേശിച്ചത്. ഓക്കെ, change the case of the whole paragraph to sentence case. Next, design the table in the following format. Following format table design ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ഇന്നെല്ലാം കൂടെ ആവുന്നില്ല. ഇത്രയും തൽക്കാലം ഇതും കൂടെ പറയാലേ. ടേബിൾ ഡിസൈൻ ചെയ്യുന്നത് ഇത്രയും ലാബാണ് നമ്മൾ അന്ന് കവർ ചെയ്തത്. അടുത്ത ദിവസം മറ്റേത് ഇടാം. കുറേ ടൈമായി പോയി. ഓക്കെ.